നമ്മളടക്കുന്ന ഒരു അളവ് പോലും വെച്ചിട്ട് ജെൻസിനെ ആക്കാൻ പറ്റില്ല. ഇപ്പോഴുള്ളൊരു പ്രശ്നമാണ് എല്ലാവരും പറഞ്ഞു കിട്ടുന്നത്, ഈ ജെൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, ജെൻസി പ്രശ്നക്കാരാണ്. എന്നാലും ഇവരെ പല കാര്യത്തിലും ഇവര് തന്നെ വേണമെന്നാണ്, പ്രത്യേക ചില പൊസിഷനിലൊക്കെ. അപ്പൊ ജെൻസിനെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിരുന്ന ആ സമയം? അതിൽ ബേസിക്കലി നമ്മൾ ജെൻസിയെ മനസ്സിലാക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ. നമുക്ക് ഒരിക്കലും നമ്മളടക്കുന്ന ഒരു അളവ് പോലും വെച്ചിട്ട് ജെൻസിനെ ആക്കാൻ പറ്റില്ല. നമ്മൾ വളർന്ന സാഹചര്യത്തിൽ നമ്മൾ കണ്ട സക്സസ് സ്റ്റോറീസ് അല്ലെങ്കിൽ നമ്മൾ കണ്ട കരിയർ ജേർണീസ് ഒക്കെ എങ്ങനെയാണ്? IIT പഠിച്ചിറങ്ങിയിട്ട് 80 ലക്ഷം വാർഷികം ആനുവൽ CTC കിട്ടുന്ന ആളുകൾ, ഡോക്ടറായിട്ട് ലെക്സസ് ഓടിക്കുന്ന ആളുകൾ, ഇങ്ങനത്തെ സ്റ്റോറീസ് ആണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ശരിക്കും ആലോചിച്ച് ജെൻസി കണ്ട സ്റ്റോറികൾ എന്തൊക്കെയാണ്? 16ാമത്തെ വയസ്സിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തിട്ട് മാസം 50,000 ഉണ്ടാക്കുന്ന വ്യക്തി, 18ാമത്തെ വയസ്സിൽ മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിട്ട് കൊളാബറേഷൻസിലൂടെ ലക്ഷങ്ങൾ വരുന്ന പെട്ടെന്ന് സക്സസ് ആണ്. സക്സസ് ആവണത് എപ്പോഴാന്നറിയാം? നാളെ രാവിലെയാണ്. നാളെ രാവിലെ തുടങ്ങി നാളെ വൈകുന്നേരം സക്സസ് ആവും. ദിവസങ്ങളും മാസങ്ങളുമാണ് അവരുടെ കാലണ്ടറിൽ. നിങ്ങളൊരു 4 വർഷം ഇത് ചെയ്യും, അത് 4 വർഷം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം ബിൽഡ് ചെയ്താൽ 5ാമത്തെ വർഷം നിങ്ങൾ ഇങ്ങനെയാണ്, 10ാമത്തെ വർഷം നിങ്ങൾ ഇങ്ങനെയാണ്. അവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ദിവസങ്ങളും മാസങ്ങളുമാണ് അവരുടെ കാലണ്ടറിൽ. മാസങ്ങളൊന്നും ഇല്ല ഇപ്പൊ സത്യം പറയാം, ദിവസങ്ങളും ആഴ്ചകളും. അപ്പൊ എപ്പോഴും അവർക്ക് ഷോർട്ട് മൈൽ സ്റ്റോൺസും അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഗ്രോത്ത് കാണാൻ പറ്റണം.